അതാണ് ഇതെല്ലാം നമുക്കറിയാമായിരുന്നിട്ടും ഇത്രയും നിസ്സാരമായ സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. ഒന്നുകിൽ കൊഴിഞ്ഞുപോയ നിമിഷങ്ങളുടെ സ്മരണകളിൽ നാം നമ്മെ തളച്ചിടുന്നു, അല്ലെങ്കിൽ ആഗതമാകുവാൻ പോകുന്ന സമയത്തെക്കുറിച്ച് സങ്കല്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ജീവിതം ഒന്നിനു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല. നമുക്ക് ഭാവി പ്രവചിക്കുവാനും കഴിയില്ല, നമ്മുടെ ഭാവിയെ നിർമ്മിക്കുവാനും കഴിയില്ല. നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് ധൈര്യത്തോടെയും സമർപ്പണത്തോടെയും ഭാവിയെ ആലിംഗനം ചെയ്യുക എന്നത് മാത്രമാണ്. ഭാവിയെ സ്വാഗതം ചെയ്യുവാനേ നമുക്ക് കഴിയുകയുള്ളൂ. അങ്ങനെയാവുമ്പോൾ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും ജീവിതമായി തന്നെ അനുഭവപ്പെടുകയും